ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബയോളജിയിലെ പോർഷനാണ് പരിസ്ഥിതി എന്ന ടോപ്പിക്ക്. നമ്മുടെ പാർട്ട് 1 വീഡിയോ ആണ്. അതായത് ഇതിലെല്ലാത്തിലും കുറച്ചധികം കണ്ടന്റ് ഉണ്ട്. ഒരു 2-3 പാർട്ടായിട്ട് ചെയ്ത് തീർക്കാൻ നമുക്കിത് 20 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലോക പരിസ്ഥിതി ദിനം നമ്മുടെ UP സ്കൂൾ ടീച്ചർ 2005 ചോദിച്ച ക്വസ്റ്റ്യനാണ്. എന്നാണ് നമുക്കറിയാം, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമെന്ന്. വലിയ കുഴപ്പം പിടിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലാതെ. എന്തുകൊണ്ടാണ് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നതെന്ന് അറിയാവോ? അതായത് 1972 ജൂണിൽ നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ ഒരു സമ്മേളനത്തിൽ, എവിടെ വെച്ച് നടന്ന സമ്മേളനം? സ്റ്റോക്ക് ഹോമിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. എന്തിനെപ്പറ്റി? നമ്മുടെ മാനവ പരിസ്ഥിതിയെപ്പറ്റി ഒരു ഇന്ദിരാഗാന്ധി നടത്തിയ ഒരു പ്രസംഗത്തിന് അതിനൊരു ആ ഒരു ദിവസമാണ് ജൂൺ 5 എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്. എന്താണ് സെപ്റ്റംബർ 5? അത് ദേശീയ അധ്യാപക ദിനം. ദേശീയ അധ്യാപക ദിനമാണ് സെപ്റ്റംബർ 5. ഒക്ടോബർ 5 എന്ന് പറയുന്നത് എന്താണ്? ലോക അധ്യാപക ദിനമാണ്. ലോക അധ്യാപക ദിനം. ഇത് ദേശീയ അധ്യാപക ദിനമാണ് സെപ്റ്റംബർ 5. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ 2022 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം, തീം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2022 ആണ് ചോദിച്ചത്. 2022 +2 പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഏതാണ് 2022 പ്രമേയം എന്ന് പറയുന്നത്? അത് ഒരു ഭൂമി മാത്രം എന്നുള്ളതായിരുന്നു 2022 പ്രമേയം. ഓൺലി വൺ എർത്ത്. ഒരു ഭൂമി മാത്രം എന്നുള്ളതായിരുന്നു 2022 പ്രമേയം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2022 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണെന്ന്? 2022 ലോക പരിസ്ഥിതി ദിനം ആതിഥേയത്വം വഹിച്ചത് സ്വീഡനാണ്. 2020 വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ മുഖ്യ പ്രമേയമായിരുന്നു. 2020 പഠിക്കണോ എന്ന് ചോദിക്കും ചിലപ്പോൾ നമുക്ക്, അല്ലേ? ഡൗട്ട് വരും. കാര്യം ഇത് 2023 ചോദിച്ച ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ കൊല്ലമാണ് നമ്മൾ 2020 ചോദിച്ചത്. അപ്പം നമുക്ക് ഏകദേശം ഒരു 2020 മുതൽ ഇങ്ങോട്ടേക്ക് പഠിക്കുന്നതായിരിക്കും നല്ലത്. എന്തായിരുന്നു അന്നത്തെ പ്രമേയം എന്ന് പറയുന്നത്? ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കുക. എന്താണ്? സെലിബ്രേറ്റ് ബയോഡൈവേഴ്സിറ്റി എന്നുള്ളതായിരുന്നു 2020 പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, അന്നത്തെ ആതിഥേയത്വം വഹിച്ച രാജ്യം എന്ന് പറയുന്നത് കൊളംബിയ ആയിരുന്നു. 2020 ആണെങ്കിൽ ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കുക, സെലിബ്രേറ്റ് ബയോഡൈവേഴ്സിറ്റി. 2021 പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണെന്ന്? 2021 നമ്മുടെ പാകിസ്ഥാനിലായിരുന്നു പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ചത്. 2021 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? 2021 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യമാണ് എന്തെന്ന് പറയുന്നത്? പരിസ്ഥിതി പുനഃസ്ഥാപനം എന്ന് പറയുന്നത്. പരിസ്ഥിതി പുനഃസ്ഥാപനം എന്താണ്? എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ. പരിസ്ഥിതി പുനഃസ്ഥാപനം എന്നുള്ളതായിരുന്നു 2021 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം. 2020 വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ മുഖ്യ പ്രമേയമായിരുന്നു എന്ത്? ഓക്കെ, ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കുക എന്നുള്ളത്. നോക്കിക്കേ, അപ്പോൾ നമുക്ക് 2023 പഠിക്കണ്ടേ? 23 എന്താണ്? 2023 സൊല്യൂഷൻ ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതായിരുന്നു. സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അതിന് ക്യാമ്പയിനിങ് എന്തായിരുന്നു? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതായിരുന്നു അതിൻ്റെ ക്യാമ്പയിനിങ്. ആതിഥേയത്വം വഹിച്ചത് കോസ്റ്റഡി ഐവറി എന്ന രാജ്യമാണ്. ഓക്കെ, നെതർലാൻഡിൻ്റെ സഹകരണത്തോടെയാണ് ആതിഥേയത്വം വഹിച്ചത്. 50ാമത് പരിസ്ഥിതി ദിനാചരണമാണ് 2023 നടന്നത്. അപ്പോൾ 2023 എന്താണ്? സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അതേപോലെ ആതിഥേയത്വം വഹിച്ചത് കോസ്റ്റഡി ഐവറിയാണ്. അതേപോലെ നെതർലാൻഡിൻ്റെ സഹകരണത്തോടെയാണ് 50ാമത് പരിസ്ഥിതി ദിനാചരണമാണ്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, 50ാമത്തെ പരിസ്ഥിതി ദിനാചരണം നടന്നത് എവിടെ? അല്ലെങ്കിൽ അതിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? അതിൻ്റെ പ്രമേയം എന്ത്? എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ വരാം. 2022 ആണെങ്കിൽ എന്താണ്? ഓൺലി വൺ എർത്ത്. ആതിഥേയ രാജ്യം എന്ന് പറയുന്നത് സ്വീഡനാണ്. എന്തായിരുന്നു? ഒരു ഭൂമി മാത്രം, അല്ലേ? ഓൺലി വൺ എർത്ത്. അതേപോലെ 2021
2021 അത് ഇക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ, പരിസ്ഥിതി പുനഃസ്ഥാപനം. ആതിഥേയത്വ രാജ്യം പാകിസ്ഥാനാണ്. 2020 സെലിബ്രേറ്റ് ബയോഡൈവേഴ്സിറ്റി, എന്താണ് ജൈവവൈവിധ്യം ആഘോഷമാക്കുക, കൊളംബിയ ആയിരുന്നു. യുണൈറ്റഡ് നേഷൻ അതേപോലെ ഇക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ്റെ ഒരു ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 വർഷം ആചരിക്കുന്ന ഏത് വർഷമാണ്? 2021 മുതൽ 2030 വരെയാണ് അങ്ങനെ ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയേണ്ട കാര്യം എന്താണ്? 2024 പറ്റി പറയണ്ടേ. 2023 വരെ നമ്മൾ പറഞ്ഞു. 2023 ആതിഥേയത്വം വഹിച്ച രാജ്യം നമ്മുടെ സൗദി അറേബ്യയാണ്. മറ്റു പ്രത്യേകതകൾ എന്താണ്? അന്നത്തെ പ്രമേയം എന്ന് പറയുന്നത് ഭൂമി പുനഃസ്ഥാപിക്കൽ, അതേപോലെ മരുഭൂവൽക്കരണം, വരൾച്ചയെ നേരിടാനുള്ള കഴിവ്. ഇതായിരുന്നു 2024 പ്രമേയം എന്ന് പറയുന്നത്, നേരിടാനുള്ള കഴിവ്. ഓക്കെ, ഓരോ വർഷത്തെ പ്രമേയത്തിൻ്റെ ഒപ്പം ഒരു മുദ്രാവാക്യവും കൂടി ഉണ്ടാകും. മുദ്രാവാക്യം എന്തായിരുന്നു 2024 മുദ്രാവാക്യം എന്ന് പറയുന്നത്? നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി ഞങ്ങളാണ്. ഇതായിരുന്നു മുദ്രാവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ 2024 പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യയും അതിൻ്റെ തീം എന്ന് പറയുന്നത്, പ്രമേയം എന്ന് പറയുന്നത് ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ചയെ നേരിടാനുള്ള കഴിവ്. മുദ്രാവാക്യം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി ഞങ്ങളാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന വിഖ്യാതമായ ശാസ്ത്ര പുസ്തകം എഴുതിയത് ആരാണെന്നാ? എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ആരുടേതാണ്? എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്നത് സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെയാണ്. ഓക്കെ, സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് എന്തെന്ന് പറയുന്നത്? എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. കുറച്ച് ഫേമസ് എഴുത്തുകാരുടെ അവരുടെ പുസ്തകങ്ങൾ നോക്കാം. ഗ്രേറ്റ തുൻബർഗ് ദ ക്ലൈമറ്റ് ബുക്ക് എന്നുള്ളതാണ്. ഗുണ്ടർ പോളിയുടെയാണ് ദ ബ്ലൂ ഇക്കണോമി 10 ഇയേഴ്സ്. പിന്നെന്താണ് 100 ഇന്നൊവേഷൻസ്, 1000 മില്യൺ ജോബ്സ്. റിച്ചാർഡ് ലൂവിൻ്റേതാണ് ദ ലാസ്റ്റ് ചൈൽഡ് ഇൻ ദ വുഡ്സ്. ഫ്രാൻസിസ് ക്രിക്കിൻ്റെയാണ് ലൈഫ് ഇറ്റ് സെൽഫ്, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് നേച്ചർ. സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെയാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. മസനോബു ഫുക്കുവോക്ക, എന്താണ് ഒറ്റ വൈക്കോൽ വിപ്ലവം. സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി രചിച്ചത് ആരാണ് സൈലന്റ് സ്പ്രിംഗ്? അതായത് ആ ഒരു ടൈമിൽ 2022-23 കാലഘട്ടത്തിൽ PSC ഒരു റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു സൈലന്റ് സ്പ്രിംഗ്. ആരുടെയാണ്? റേച്ചൽ കേഴ്സൻ്റെ ബുക്കാണ് എന്തെന്ന് പറയുന്നത്? സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നതാണ് റേച്ചൽ കേഴ്സൻ്റെ വിഖ്യാതമായ ഒരു കൃതിയായിരുന്നു നിശബ്ദ വസന്തം, അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കേഴ്സൻ്റെ പുസ്തകം ഏത്? 2023 LDC പ്രിലിംസിന് ചോദിച്ചതാണ്. എന്താണ്? നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ് എന്നത്. റേച്ചൽ കേഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്തായിരുന്നു പ്രതിപാദ്യ വിഷയം? അത് നമ്മുടെ DDT ആയിരുന്നു. ഓക്കെ, DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചത് റേച്ചൽ കേഴ്സൺ. അപ്പോൾ എന്താണ്? DDTനെ പറ്റി ചോദിക്കുന്നുണ്ട്, സൈലന്റ് സ്പ്രിംഗ് ചോദിക്കുന്നുണ്ട്, റേച്ചൽ കേഴ്സൺ. എല്ലാം ഒരേ കാര്യം തന്നെ തിരിച്ചും മറിച്ചും ഒക്കെ തന്നെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് ആ ഒരു ടൈമിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1972 അമേരിക്കയിൽ DDT നിരോധനത്തിന് കാരണമായ പുസ്തകം. അപ്പോൾ DDT അമേരിക്കയിൽ നിരോധിച്ചതെന്നാണ്? 1972. അതിന് കാരണമായ പുസ്തകം ഏതാണ്? സൈലന്റ് സ്പ്രിംഗ് ആണ്. സൈലന്റ് സ്പ്രിംഗ് എഴുതിയതാരാണ്? റേച്ചൽ കേഴ്സൺ ആണ്. ഓക്കെ, അതേപോലെ 2-3 ആൾക്കാരാണ്. ചാൾസ് റോബർട്ട് ഡാർവിൻ എന്താണ്? ജീവപരിണാമവുമായി ബന്ധപ്പെട്ട് ഒരു മിനിറ്റ്. അമേരിക്കൻ വാർ. ഈ അമേരിക്കൻ വാർ എന്താണെന്ന് കൂടി നോക്കാം നമുക്ക്. അമേരിക്കൻ വാർ എന്ന് പറയുന്നത് ഒരു ഈജിപ്ഷ്യൻ ആയിട്ടുള്ള ഒരു റൈറ്ററുടെ പുസ്തകമാണ്. എന്തെന്ന് പറയുന്നത്? ഒരു നോവലാണ്. ഒമർ എൽ അഖാദ്, അയാളുടെ നോവലായിരുന്നു അമേരിക്കൻ വാർ എന്ന് പറയുന്നത്. അതായത് 2ാം അമേരിക്കൻ ആഭ്യന്തര യുദ്ധമായിരുന്നു ആ സമയത്തെ പ്രമേയം എന്ന് പറയുന്നത്. എന്താണ് ദ ഗ്രീൻ ബ്രെയിൻ എന്ന് പറയുന്നത്? ദ ഗ്രീൻ ബ്രെയിൻ എന്ന് പറയുന്നത് അമേരിക്കൻ എഴുത്തുകാരനായ തന്നെ ഫ്രാങ്ക് ഹെർബർട്ട്
ഫ്രാങ്ക് ഹെർബർട്ടിൻ്റെ ഒരു സയൻസ് ഫിക്ഷൻ നോവലാണ് എന്തെന്ന് പറയുന്നത്, ദ ഗ്രീൻ ബ്രെയിൻ എന്ന് പറയുന്നത്. ദ വിൻ്റർ വാൾട്ട് ആരുടെയാണ്? ദ വിൻ്റർ വാൾട്ട് എന്ന് പറയുന്നത് കനേഡിയൻ എഴുത്തുകാരിയായ മൈക്കിൾസിൻ്റെയാണ്. മൈക്കിൾസിൻ്റെയാണ് ദ വിൻ്റർ വാൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കൻ വാറോ ഒമർ എൽ അക്കാദിൻ്റെയാണ്. ദ ഗ്രീൻ ബ്രെയിൻ എന്ന് പറയുന്നത് ഫ്രാങ്ക് ഹെർബർട്ടിൻ്റെ ഒരു സയൻസ് ഫിക്ഷൻ നോവലാണ്. ദ വിൻ്റർ വാൾട്ട് എന്ന് പറയുന്നത് കനേഡിയൻ എഴുത്തുകാരിയായ ആർ മൈക്കിൾസിൻ്റെ നോവലാണ്. അടുത്തതാണ് ചാൾസ് റോബർട്ട് ഡാർവിൻ. എന്താണ്? ജീവപരിണാമവുമായി ബന്ധപ്പെട്ട യുക്തിസഹമായ ശാസ്ത്രീയ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇംഗ്ലീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനാണ് ആര്? ചാൾസ് റോബർട്ട് ഡാർവിൻ. പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം അല്ലേ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചവരാണ് ചാൾസ് ഡാർവിൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടൻ്റാണ് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം. പ്രകൃതി നിർദ്ധാരണം വഴിയുള്ള ജീവിവർഗ ഉൽപ്പത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത്. എന്താണ്? പ്രകൃതി നിർദ്ധാരണം വഴിയുള്ള ജീവിവർഗ ഉൽപ്പത്തി. നെക്സ്റ്റ് ആരുടെയാണ് നോക്കിക്കേ, എമിലി ഹണ്ടർ എന്ന് പറയുന്നത് ഒരു പരിസ്ഥിതി പ്രവർത്തകയും പത്രപ്രവർത്തകയുമാണ്. ഗ്രീൻ പീസ് സ്ഥാപക പ്രസിഡൻ്റായിരുന്ന റോബർട്ട് ഹണ്ടറിൻ്റെ മകളാണ് ആര്? എമിലി ഹണ്ടർ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം, ഗ്രീൻ പീസ് സ്ഥാപക പ്രസിഡൻ്റ് ആരായിരുന്നു? റോബർട്ട് ഹണ്ടർ ആയിരുന്നു. തിമിംഗലങ്ങളെ സംരക്ഷിക്കുന്നത് മുതൽ കാലാവസ്ഥാ വ്യതിയാനത്തിനും വനനശീകരണത്തിനുമെതിരായ പോരാട്ടം വരെ നിരവധി പാരിസ്ഥിതിക കാരണങ്ങളെക്കുറിച്ച് പ്രചാരണം നടത്തിയ വ്യക്തിയാണ് ആര്? എമിലി ഹണ്ടർ. ഇമ്പോർട്ടൻ്റ് ആണ്. തിമിംഗല സംരക്ഷണം മുതൽ കാലാവസ്ഥാ വ്യതിയാനം, വനനശീകരണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു പുസ്തകമാണ് ആദ്യ പുസ്തകമാണ് ദ നെക്സ്റ്റ് ഇക്കോ വാരിയേഴ്സ് എന്നത്. ചോദിക്കാം, ദ നെക്സ്റ്റ് ഇക്കോ വാരിയേഴ്സ് ആരുടെ പുസ്തകമാണ്? എമിലി ഹണ്ടർ. ഗ്രീൻ പീസ് സ്ഥാപകയായ റോബർട്ട് ഹണ്ടറിൻ്റെ മകളാണ്. കാൾ കോറൻസ് ആരാണ്? ജർമ്മൻ സസ്യശാസ്ത്രജ്ഞനും ജനിതശാസ്ത്രജ്ഞനുമായിരുന്നു കാൾ കോറൻസ്. പാരമ്പര്യ തത്വങ്ങൾ സ്വതന്ത്രമായി കണ്ടുപിടിക്കുന്നതിനും ജീനുകളെക്കുറിച്ചുള്ള ഗ്രിഗർ മെൻഡലിൻ്റെ കൃതികൾ വീണ്ടും കണ്ടെത്തിയതിനും പ്രാഥമികമായി അറിയപ്പെട്ട വ്യക്തിയാണ് ആര്? കാൾ കോറൻസ് എന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ട് ആവാസ വ്യവസ്ഥകൾ പരസ്പരം അതിക്രമിച്ച് കിടക്കുന്ന ഭാഗം അറിയപ്പെടുന്ന പേരെന്താ? രണ്ട് ആവാസ വ്യവസ്ഥകൾ എന്താണ്? അതിക്രമിച്ച് കിടക്കുന്ന ഭാഗം അറിയപ്പെടുന്ന പേരാണെന്ത്? ഇക്കോട്ടോൺ എന്നുള്ളത് എന്താണ്? രണ്ട് ആവാസ വ്യവസ്ഥകൾ പരസ്പരം അതിക്രമിച്ച് കിടക്കുന്നതാണ്. അതായത് ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക ഒരു പ്രത്യേക പ്രദേശത്ത് എല്ലാ ജീവിവർഗങ്ങളും പരസ്പരം ആശ്രയിച്ചും ജീവിക ഘടകങ്ങളും അജീവിക ഘടകങ്ങളും എല്ലാവരും കൂടിച്ചേർന്നാണ് എന്തെന്ന് പറയുന്നത് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. എക്കോസിസ്റ്റം എന്ന പദം നിർദ്ദേശിച്ചത് ടാൻസ്ലിയാണ്. ടാൻസ്ലിയാണ്. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടുകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് എന്താണ്? അതാണ് ഓപ്ഷൻ സി, ഇക്കോളജി. എന്താണ് സൈറ്റോളജി? നമ്മുടെ കോശങ്ങളെക്കുറിച്ചുള്ള പഠനമല്ലേ, സെല്ലുകളെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. എന്താണ് ബയോളജി എന്ന് പറഞ്ഞാൽ? ജീവജാലങ്ങളെക്കുറിച്ചുള്ള പഠനം. എന്താണ് സുവോളജി? ജന്തുജാലങ്ങളെക്കുറിച്ചുള്ള പഠനം. എന്താണ് ബോട്ടണി? സസ്യജാലങ്ങളെക്കുറിച്ചുള്ള പഠനം. അങ്ങനെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടുകളും തമ്മിൽ പഠിക്കുന്നതിന് പറയുന്ന പേരാണെന്ത്? ഇക്കോളജി എന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? ഏതാണ് അത്? ഓപ്ഷൻ ബി, പരിസ്ഥിതിയാണ്. ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ ആരാണ്? ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ എന്നറിയപ്പെടുന്നത് എളുപ്പമല്ലേ? ആരാണ്? നമ്മുടെ ഓപ്ഷൻ ബി, സസ്യങ്ങളാണ് എല്ലായ്പ്പോഴും ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. ശരിയാണ് ചോദിച്ചിരിക്കുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നു. ശരിയാണ് അല്ലേ? നമുക്കെന്താ ജീവനുള്ളവ മാത്രമല്ല ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും എല്ലാം കൂടി ചേർന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഒരു ജീവിക്കുന്ന ചുറ്റുപാടിനെ അറിയപ്പെടുന്ന പേരെന്താണ്? അതിനെയാണ് ആവാസം എന്ന് പറയുന്നത്. ജീവികളും അവയുടെ ചുറ്റുപാടുകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് എന്ത്? ഇക്കോളജി. ആവാസ വ്യവസ്ഥയല്ല, അത് ഇക്കോളജിയാണ്. അതായത് ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇക്കോസിസ്റ്റമാണ്. നമുക്ക് എന്താണ്? ഇക്കോളജിയാണ് പഠനം അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. ഒരു ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അതിന് മൊത്തത്തിൽ പറയുന്നത് അതിൻ്റെ ചുറ്റുപാടിനെ മാത്രം അറിയപ്പെടുന്ന പേരാണ് ആവാസം. ഇതും ശരിയായ പ്രസ്താവനയാണ്.
ഒരു ആവാസ വ്യവസ്ഥയിലെ ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എല്ലായ്പ്പോഴും മാംസഭോജികളാണോ? അല്ല. അതെപ്പോഴും എന്താണ്? ഹരിതസസ്യങ്ങൾ അഥവാ സസ്യജന്തുക്കളാണ്, സസ്യജാലങ്ങളാണ് ഫസ്റ്റ് കണ്ണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ആവാസ വ്യവസ്ഥയെ പറ്റി പറയാനുള്ള മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ വനം ഒരു ആവാസ വ്യവസ്ഥയാണ്, അതേപോലെ മരുഭൂമി ഒരു ആവാസ വ്യവസ്ഥയാണ്, കുളം ഒരു ആവാസ വ്യവസ്ഥയാണ് അല്ലേ? ഇതെല്ലാം ആവാസ വ്യവസ്ഥകൾക്ക് ഉദാഹരണങ്ങളാണ്. ഏത് പേരിലാണ് ഊഷ്മാവിൻ്റെ വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ജീവികൾ അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? സ്റ്റീനോതെർമൽ, യൂറിതെർമൽ, യൂറിഹാലൈൻ, സ്റ്റീനോഹാലൈൻ. ഏതായിരിക്കും? അറിയപ്പെടുന്നത് യൂറി തെർമലാണ്, ഓപ്ഷൻ ബി. അതായത് ഊഷ്മാവിൽ വലിയ വ്യതിയാനങ്ങൾ സംഭവിച്ചാലും അവയെ അതിജീവിക്കാനായിട്ട് ആർക്ക് പറ്റും? ഈ യൂറി തെർമൽ വിഭാഗത്തിൽപ്പെടുന്ന ജീവജാലങ്ങൾക്ക് പറ്റും. ഓക്കെ, ഇനി എന്താണ് സ്റ്റീനോതെർമൽ എന്ന് പറഞ്ഞാൽ? ബഹുഭൂരിപക്ഷം ജീവികൾക്കും എന്താണ്? ഊഷ്മാവിൻ്റെ ചെറിയ വ്യതിയാനങ്ങൾ മാത്രമേ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അവയാണ് സ്റ്റീനോതെർമൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ ആയിട്ട് വരുന്ന കാര്യങ്ങളെ തെർമൽ, അതായത് ചൂട് കൂടുതലായിട്ട് വന്നാലും അതിനെ അതിജീവിക്കാൻ പറ്റുന്നവയെ യൂറി തെർമൽ എന്നും, ചെറിയ വേരിയേഷൻസ് മാത്രമാണ് സാധാരണ എല്ലാ ജീവജാലങ്ങൾക്കും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ, അവയാണ് സ്റ്റീനോതെർമൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് യൂറിഹാലൈൻ എന്ന് പറഞ്ഞാൽ? ഇവിടെ പറഞ്ഞ പോലെ തന്നെ സെയിം കണ്ടന്റാണ്. യൂറിഹാലൈൻ എന്ന് പറഞ്ഞാൽ ലവണവുമായി ബന്ധപ്പെട്ടതാണ്. ലവണത്തിൻ്റെ വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നവയാണ് ലൂറിഹാലൈൻ എന്ന് പറയുന്നത്. ലവണത്തിൻ്റെ വലിയ വ്യതിയാനങ്ങൾ. അപ്പോൾ എന്തായിരിക്കും സ്റ്റീനോഹാലൈൻ? നേരത്തെ പറഞ്ഞ പോലെ ലവണത്തിൻ്റെ കുറഞ്ഞ വ്യതിയാനങ്ങളായിരിക്കും. ലവണത്തിൻ്റെ കുറഞ്ഞ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നവയാണ് സ്റ്റീനോഹാലൈൻ എന്ന് പറയുന്നത്. സ്റ്റീനോതെർമൽ ആണെങ്കിൽ എന്താണ്? അതായത് ഊഷ്മാവിൻ്റെ ചെറിയ വ്യതിയാനങ്ങളെ. യൂറി തെർമലാണെങ്കിൽ ഊഷ്മാവിൻ്റെ വലിയ വ്യതിയാനങ്ങളെ. യൂറി ഹാലൈനും എന്താണ്? യൂറി എന്ന പേര് വരുമ്പോഴേക്കും അത് വലിയൊരു ഡിഫറൻസിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഓർത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരാവാസ വ്യവസ്ഥയിലെ ഒരേ വർഗത്തിൽപ്പെട്ട ഒരു കൂട്ടം ജീവികൾ അറിയപ്പെടുന്നത് എന്താണെന്ന്? ജീവസമുദായം, ജീവിഗണം, ജീവസമഷ്ടി ഇവയൊന്നുമല്ല. ഒരാവാസ വ്യവസ്ഥയാണ്. ഒരാവാസ വ്യവസ്ഥയിലെ എല്ലാ ജീവജാലങ്ങളെയും ചേർത്ത് പറയുന്ന പേരാണ് എന്ത്? ജീവസമുദായം അഥവാ ബയോട്ടിക് കമ്മ്യൂണിറ്റി എന്നറിയപ്പെടുന്നത്. എന്താണ് ജീവിഗണം എന്ന് പറയുന്നത്? ജീവസമുദായത്തിലെ ഓരോ പ്രത്യേക വർഗത്തെയും അറിയപ്പെടുന്നത് ജീവിഗണമാണ്. ജീവിഗണത്തിൻ്റെ നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എന്താണത്? സ്പീഷീസ്. സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജീവസമുദായത്തിലെ ഒരേ വർഗത്തിൽപ്പെട്ടവയാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ജീവസമഷ്ടി എന്ന് പറഞ്ഞാൽ? ജീവസമഷ്ടി എന്ന് പറഞ്ഞാൽ ഒരാവാസ വ്യവസ്ഥയിലെ ഒരേ വർഗത്തിൽപ്പെട്ട ഒരു കൂട്ടം, അതായത് പോപ്പുലേഷനാണ് ജീവസമഷ്ടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ്, ജീവസമഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമ്മൾ പോപ്പുലേഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? നമ്മളൊരു നാട്ടിലെ പോപ്പുലേഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പട്ടീനെയും പൂച്ചേനെയും ആടിനെയും ഒന്നും ഉൾപ്പെടുത്തില്ല. എന്താണ്? മനുഷ്യവർഗത്തെ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അതായത് ഒരു ആവാസ വ്യവസ്ഥയിൽ, അപ്പോൾ ആവാസ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഈ പട്ടിയും പൂച്ചയും പശുവും എല്ലാം വരത്തില്ലേ, അതൊന്നും നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. ഒരേ വർഗത്തിൽപ്പെട്ട ഒരു കൂട്ടം ജീവികളെയാണ് എന്തെന്ന് പറയുന്നത്? ജീവസമഷ്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇക്കോട്ടേൺ എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലേ, രണ്ട് ജീവസമൂഹങ്ങൾ കൂടിച്ചേർന്ന് കിടക്കുന്നത്. വനവും പുൽമേടും ചേരുന്നൊരു ഭാഗമില്ലേ? അതായത് ഇവിടെ ഇങ്ങനെ വനം ഉണ്ടാകും, ഇവിടെ ഒരു പുൽമേടുണ്ട്. ആ ചേരുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഇക്കോട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ 20 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. എത്ര മാർക്ക് കിട്ടിയെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണം. നല്ലൊരു ടോപ്പിക്കാണ്, നല്ലൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒത്തിരി വരുന്ന ടോപ്പിക്കാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്